അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠമായ മാ ഹളറ നൗഫലുൻ എന്നുള്ള പാഠമാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പദാനുപദം അർത്ഥങ്ങളും അത്യാവശ്യ വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള പാഠങ്ങളും ഇതുപോലെ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാഠത്തിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് മാലി മുസ്ബത്തും അതുപോലെ തന്നെ മാലി മംഫിയും. മുസ്ബത്ത് മംഫി. ഒരു കാര്യം ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തി പറയാം, അതാണ് മുസ്ബത്ത്. അതിനെ നിഷേധിക്കലാണ് മംഫി. അറബി വ്യാകരണത്തിൽ മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുന്ന അഥവാ പോസിറ്റീവ് വാചകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെന്നോ സംഭവിച്ചെന്നോ പറയാൻ ഉപയോഗിക്കുന്നു. എന്നാൽ മംഫി എന്നത് നിഷേധിക്കുന്ന അഥവാ നെഗറ്റീവ് വാചകങ്ങളാണ്. എന്തെങ്കിലും ഇല്ലെന്നോ സംഭവിച്ചില്ലെന്നോ പറയാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോ അത് മുസ്ബത്ത്, ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അത് മംഫി. അപ്പൊ മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടത്, അതിന്റെ നേരെ എതിരാണ് മംഫി. അതായത് നിഷേധിച്ച് പറയല്, പ്രവർത്തിച്ചു പ്രവർത്തിച്ചിട്ടില്ല, അടിച്ചു അടിച്ചിട്ടില്ല. ഇതാണ് മുസ്ബത്തും മംഫിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മുസ്ബത്തിനെ മംഫിയാക്കൽ എങ്ങനെയെന്ന് ചോദിച്ചാല്, പിന്നെ മുസ്ബത്തിനെ മംഫിയാക്കൽ മുസ്ബത്തിന്റെ ആദ്യത്തിലൊരു മാ എന്നുള്ള ഹർഫിനെ അധികമാക്കലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലറബ, അതിന്റെ ആദ്യത്തിൽ ഒരു മാ എന്ന ഹർഫിനെ കൊടുത്താൽ മാ ലറബ എന്നായി. ലറബ അടിച്ചു, മാ ലറബ അടിച്ചിട്ടില്ല. അപ്പോ മുസ്ബത്തും മംഫിയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. മാ ഹളറ നൗഫലുൻ. നൗഫല് ഹാജറായിട്ടില്ല, നൗഫല് ഹാജറായില്ല. ഖറജത്തുല്ലാബു, വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. എങ്ങനെ? മുബക്കിരീന, വളരെ നേരത്തെ തന്നെ. അപ്പൊ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ മദ്രസയിലേക്ക് പുറപ്പെട്ടു. അടുത്തത് ഹളറ ജമീഉ തുല്ലാബി. ഹളറ ഹാജറായി, ജമീഉ തുല്ലാബി എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഹാജറായി. ലാക്കിൻ പക്ഷേ മാ ഹളറ നൗഫലുൻ, നൗഫല് ഹാജറായില്ല. എല്ലാ വിദ്യാർത്ഥികളും ഹാജറായി, പക്ഷേ നൗഫല് മാത്രം ഹാജറായില്ല. വസലൽ ഉസ്താദു, ഉസ്താദ് ചേർന്നു. അതായത് ഉസ്താദ് എത്തി. ഇല സൊഫി, ക്ലാസ്സിലേക്ക്. അപ്പൊ ഉസ്താദ് ക്ലാസ്സിലെത്തി. വസല്ലമ അലൈഹിം, അവരുടെ മേൽ സലാം പറഞ്ഞു, വിദ്യാർത്ഥികളുടെ മേൽ സലാം പറഞ്ഞു. വസഅലഹും, അവരോട് ചോദിക്കുകയും ചെയ്തു. കൈഫ ഹാലുക്കും, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ വിശേഷം എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പൊ അധ്യാപകൻ ക്ലാസ്സിലെത്തി അവരോട് സലാം പറയുകയും നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അജാബൽ ജമീഉ, എല്ലാവരും മറുപടി പറഞ്ഞു. സൈൻ അൽഹംദുലില്ലാഹ്, സൈൻ സുഖമാണ്, അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അപ്പൊ എല്ലാവരും മറുപടി പറഞ്ഞു സുഖമാണ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അൽ ഉസ്താദു, അപ്പൊ ഉസ്താദ് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു. ഹൽ കതബ്തുമുൽ വാജിബാത്തിൽ മൻസിലിയത, നിങ്ങൾ ഹോം വർക്കുകൾ എഴുതിയോ, നിങ്ങൾ ഹോം വർക്കുകൾ എഴുതിയോ. വാജിബാത്തുൽ മൻസിലിയത്ത് എന്ന് പറഞ്ഞാൽ ഹോം വർക്ക്. ഹൽ കതബ്തുമുൽ വാജിബാത്തിൽ മൻസിലിയത, നിങ്ങൾ ഹോം വർക്കുകൾ എഴുതിയോ. അത്തുല്ലാബു, അപ്പൊ വിദ്യാർത്ഥികൾ, അതായത് വിദ്യാർത്ഥികൾ പറഞ്ഞു നഅം, അതെ, കതബ്നാ, ഞങ്ങൾ എഴുതി. വിദ്യാർത്ഥികൾ പറഞ്ഞു അതെ, ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു
എന്താ പറഞ്ഞത്? മാ കതബ്തു, ഞാൻ എഴുതിയിട്ടില്ല. യാ ഉസ്താദി, എന്റെ ഉസ്താദേ. ഇഹ്സാൻ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു, എന്റെ ഉസ്താദേ ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ മാ കതബ്തു എന്ന് പറഞ്ഞാല് ഞാൻ എഴുതിയിട്ടില്ല. അൽ ഉസ്താദു, അപ്പൊ ഉസ്താദ് ചോദിച്ചു, ലിമാ, എന്തുകൊണ്ടാണെന്ന് എഴുതാതിരുന്നത്? അപ്പൊ ഇഹ്സാന് പറഞ്ഞു, മാ ഹളർതു, ഞാൻ ഹാജരായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വന്നിരുന്നില്ല. അംസി, ഇന്നലെ ഞാൻ വന്നിരുന്നില്ല. അസാബത്തിനിൽ ഹുമ്മ, എനിക്ക് പനിയായിരുന്നു, എനിക്ക് പനി പിടിപെട്ടു. സഅക്തുബു, ഇൻഷാ അല്ലാഹ് ശേഷം ഞാൻ എഴുതാം. അപ്പൊ ഇഹ്സാന് പറഞ്ഞു, ഇന്നലെ ഞാൻ വന്നിരുന്നില്ല, എനിക്ക് പനിയായിരുന്നു, ഇൻഷാ അല്ലാഹ് ഞാൻ എഴുതിക്കോളാം. അൽ ഉസ്താദു, അപ്പൊ ഉസ്താദ് പറഞ്ഞു, ത്വയ്യിബുൻ, നല്ലത്. ബാറക്കല്ലാഹു ഫീക, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇതാണ് പാഠം. ഈ പാഠഭാഗത്ത് നമ്മൾ കണ്ട ചുവന്ന കളറിൽ എഴുതിയിട്ടുള്ള ഫീലുകളൊക്കെ അത് മാലി മുസ്ബത്താണ്. നീല കളറിൽ എഴുതിയിട്ടുള്ള ഫീലുകളൊക്കെ അത് മാലി മംഫിയാണ്. മംഫി ആകുമ്പോ അതിന്റെ ആദ്യത്തിൽ ഒരു മാ എന്നുള്ള ഹർഫ് അധികമുണ്ടാകും. അപ്പൊ മുസ്ബത്ത് ആകുമ്പോ ഒരു സംഗതി, ഒരു ഫീൽ എന്താണ്, അതിനെ സ്ഥിരപ്പെടുത്തി പറയാം. മംഫി ആകുമ്പോ അതിനെ നിഷേധിച്ച് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഖറജ, പുറപ്പെട്ടു. അതിനെ നിഷേധിക്കൽ എങ്ങനെ? മാ ഖറജ, പുറപ്പെട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് മുസ്ബത്തും മംഫിയും നമ്മള് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് തദ്രീബാത്തിലേക്ക് കടക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തത് നഖറഉ വനഫഹമുൽ ഫീലൽ മാലിൽ മുസ്ബത വൽ മംഫിയ. മാലിയായ ഫീലിലെ മുസ്ബത്ത്, മംഫി എന്നിവ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അൽ മുസ്ബത്തു എന്നും കൊടുത്തിട്ടുണ്ട്, അൽ മംഫിയു എന്നും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുസ്ബത്തിന് ഉദാഹരണം ഖറജത്തുല്ലാബു, വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. മംഫിക്ക് എന്താ കൊടുത്തുള്ളത്? മാ ഹളറ നൗഫലുൻ, നൗഫൽ ഹാജരായിട്ടില്ല. അടുത്തത് ഹളറൽ ജമീഉ, എല്ലാവരും ഹാജരായി. ഇനി മംഫി മാ കതബ്തു, ഞാൻ എഴുതിയിട്ടില്ല. അടുത്തത് വസ്വലൽ ഉസ്താദു, ഉസ്താദ് എത്തി, ഉസ്താദ് ചേർന്നു. മാ ഹളർതു, ഞാൻ ഹാജരായിട്ടില്ല. അപ്പൊ സ്ഥാപിക്കലാണ് മുസ്ബത്ത്, അതിനെ നിഷേധിച്ച് പറയലാണ് മംഫി. അടുത്ത രണ്ടാമത്തെ നുലാഹിലുൽ ജദ്വല വനുകമ്മിലുഹു, നമുക്ക് പട്ടിക ശ്രദ്ധിക്കാം, അത് പൂർത്തിയാക്കുകയും ചെയ്യാം. പട്ടിക ശ്രദ്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പൂരിപ്പിക്കാം. ഇവിടെ ഫീല് കൊടുത്തിട്ടുണ്ട്. ഫീല് അതിന്റെ 14 വസ്നുകളും കൊടുത്തിട്ടുണ്ട്. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഇതിൽ ആദ്യത്തെ 6 ഗായിബിനുള്ളതാണ്. ഗായിബിന് എന്ന് പറയുമ്പോൾ 3 മുദക്കർ ഗായിബിനുള്ളതും പിന്നത്തെ 3 മുഅന്നസ് ഗായിബിനുള്ളതും. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള 6 അത് ഹാലിറിനുള്ളതാണ്. ഹാലിറിന് എന്ന് പറയുമ്പോ ആദ്യത്തെ 3 മുദക്കർ ഹാലിറിനുള്ളത്, പിന്നത്തെ 3 മുഅന്നസ് ഹാലിറിനുള്ളത്, പിന്നുള്ളത് അവസാനത്തിലുള്ള 2 അത് മുത്തക്കല്ലിമിനുള്ളതാണ്. ആ 2 ഒന്ന് മുഫ്രദ് മുത്തക്കല്ലിമ്, പിന്നുള്ളത് ജമ്മു മുത്തക്കല്ലിമ്. ഇതൊക്കെ നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇനി എന്ത് വേണം? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതേപോലെ എന്ത് ചെയ്യണം? കത്തബന എഴുതണം. അപ്പൊ അവിടെ കത്തബാന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്ത് ചെയ്യണം? ഫഅല എന്നുള്ളതാണ് ആദ്യ ഭാഗത്തുള്ളത്. അപ്പൊ അതുപോലെ കത്തബന എഴുതുമ്പോ കത്തബ, അങ്ങനെയൊക്കെ ഇനി ഇല്ലാത്തത് അങ്ങനെ എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ കത്തബാന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഫഅലു എന്നതുപോലെ എഴുതി കൊടുക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാവും? കത്തബു. പിന്നെ കത്തബത്ത് ഉണ്ട്, അത് കഴിഞ്ഞാൽ കത്തബത്ത. പിന്നെന്ത് എഴുതണം? കത്തബിനാന്ന് എഴുതണം, ഫഅലിനെ പോലെ. പിന്നെ കത്തബത്താന്നുണ്ട്, പിന്നെ എഴുതി കൊടുക്കേണ്ടത് കത്തബത്തുമാ. അടുത്തതും എഴുതണം. അവിടെ എന്താ വരിക? കത്തബത്തും.
പിന്നെ കതബ്തി എന്നുണ്ട്. കതബ്തുമാന്ന് നമ്മൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് കതബ്തുന്ന എന്നും എഴുതണം. പിന്നെ കതബ്തു എന്നുണ്ട് അവസാനത്തിൽ. അപ്പൊ എന്ത് എഴുതി കൊടുക്കണം? കതബ്ന. ഇനി ഈ പറഞ്ഞതിന്റെ മംഫിയാണ് അടുത്തത്. അതെങ്ങനെ ഉണ്ടാകുക? അത് സർഫാക്കുമ്പോ മാ ഫഅല മാ ഫഅല മാ ഫഅലു മാ ഫഅലത്ത് മാ ഫഅലത മാ ഫഅൽന മാ ഫഅൽത മാ ഫഅൽതുമാ മാ ഫഅൽതും മാ ഫഅൽതി മാ ഫഅൽതുമാ മാ ഫഅൽതുന്ന മാ ഫഅൽതു മാ ഫഅൽന. ഇതുപോലെ എന്ത് ചെയ്യണം? മാ കത്തബന എഴുതണം. അപ്പൊ ഇല്ലാത്ത ഭാഗത്ത് ഇതുപോലെ നോക്കിയിട്ട് എഴുതി കൊടുക്കണം. മാ കത്തബാന്ന് അവിടെ ആദ്യം തന്നിട്ടുണ്ട്. ഇനി അടുത്തതില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മാ ഫഅല പോലെ എഴുതി കൊടുക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാകുക? മാ കത്തബാ. അടുത്തത് മാ കത്തബു. ഇനി അടുത്തത് മാ കത്തബത്ത് എന്നുണ്ട്. അടുത്തതില്ല. അവിടെ എന്ത് എഴുതി കൊടുക്കണം? മാ കത്തബത്ത. അടുത്തതും എഴുതി കൊടുക്കണം. മാ കത്തബിന. അടുത്തതും വേണം. മാ കത്തബത്ത. പിന്നെ മാ കത്തബത്തുമാന്നുണ്ട്. അടുത്തതില്ല. മാ കത്തബത്തും എന്ന് എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ മാ കത്തബത്തി എന്ന് വേണം. അത് കഴിഞ്ഞാ മാ കത്തബത്തുമാ. പിന്നെ മാ കത്തബത്തുന്നുണ്ട്. പിന്നെ അടുത്ത എന്താ എഴുതണ്ട്? മാ ഫഅൽതു പോലെ ആകുമ്പോ മാ കത്തബത്തു. പിന്നെ അവസാനം മാ കത്തബിന. അത് പിന്നെ അവിടെ ഉണ്ട്. അടുത്ത മൂന്നാമത്തത് നലൗ അലാമത്ത. ഒരു അടയാളം കണ്ടോ റൗണ്ടില്? ആ അടയാളത്തെ വെക്കണം. എവിടെ വെക്കണം? അമാമൽ ഫീലിൽ മുസ്ബത്തി. മുസ്ബത്തായ ഫീലുകൾക്ക് മുമ്പില് ആ റൗണ്ടിലുള്ള അടയാളം വെക്കണം. പിന്നെ അടുത്തത് അലാമത്ത എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റാർ ആണുള്ളത്. ആ അടയാളത്തെ വെക്കണം. എവിടെ? അമാമൽ ഫീലിൽ മംഫി. മംഫിയായ ഫീലിന്റെ മുമ്പില്. അപ്പൊ എന്താ പറഞ്ഞ? മുസ്ബത്തായ ഫീലുകൾക്ക് മുമ്പില് ആ റൗണ്ട് ചിഹ്നവും പിന്നെ മംഫിയായ ഫീലുകൾക്ക് മുമ്പിൽ സ്റ്റാർ എന്നുള്ള അടയാളവും നൽകാം. ഒന്നാമത്തത് ഖറജത്തുല്ലാബു ഇലൽ മദ്രസത്തി മുബക്കിരീന. വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് നേരത്തെ തന്നെ പുറപ്പെട്ടു എന്ന് പറഞ്ഞോടത്തുള്ള ഫീൽ എന്ത് ഫീലാണ്? മുസ്ബത്താണ്. അപ്പൊ മുസ്ബത്താകുമ്പോ ആ റൗണ്ട് ഇട്ട് വെക്കണം. അടുത്ത് മാ തറക്ക നൗഫലുൻ സ്വലാത്തൻ മക്തൂബത്തൻ. മാ തറക്ക ഉപേക്ഷിച്ചിട്ടില്ല. നൗഫൽ ഉപേക്ഷിച്ചിട്ടില്ല. സ്വലാത്തൻ മക്തൂബത്തൻ ഫർള് നിസ്കാരത്തെ നൗഫൽ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ മാ തറക്കാന്നുള്ളത് മംഫിയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? സ്റ്റാർ ഇട്ട് കൊടുക്കണം. മൂന്നാമത്തത് ഹലറ ജമിഉ തുല്ലാബി ഫീ മജ്ലിസി ദിക്രി. ദിക്റിന്റെ സദസ്സിൽ വിദ്യാർത്ഥികൾ മുഴുവനും ഹാജരായി. അപ്പൊ ഹാജരായി എന്ന് പറയുമ്പോൾ മുസ്ബത്താണ്. അവിടെ റൗണ്ട് ചിഹ്നം ഇട്ട് കൊടുക്കണം. നാലാമത്തത് മാ കദബ ഇഹ്സാനുൻ. ഇഹ്സാന് കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് മംഫിയാണ്. അവിടെ എന്ത് ചെയ്യണം? സ്റ്റാർ ഇട്ട് കൊടുക്കണം. ഇനി നാലാമത്തത് നുഹവ്വിലുൽ ഫിഅലൽ മാളിൽ മുസ്ബത ഇലൽ മംഫിയ വനക്തുബുഹു കമാ ഫിൻ നമൂദജി. മുസ്ബത്തായ ഫീലുകളെ മാളി മംഫിയായ രൂപത്തിലേക്ക് മാറ്റാം. കഴിഞ്ഞില്ല. മാതൃകയിൽ നൽകിയിരിക്കുന്നത് പോലെ അത് എഴുതുകയും ചെയ്യാം. റജഅ ജമീഉ തലാമീദി. മുഴുവൻ വിദ്യാർത്ഥികളും മടങ്ങി. ഞാൻ റജാൻ എന്താക്കണം? മംഫിയാക്കണം. മംഫിയാക്കുമ്പോ അതിന്റെ ആദ്യത്തിലൊരു മാ എന്നുള്ള ഹർഫിനെ കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെ ഉണ്ടാകുക? മാ റജഅ ജമീഉ തലാമീദി. മുഴുവൻ വിദ്യാർത്ഥികളും മടങ്ങിയിട്ടില്ല. അടുത്ത ഖറജത്തി ത്വാലിബത്തു ഇല സഫി. വിദ്യാർത്ഥിനി ക്ലാസ്സിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ഖറജത്തി എന്നുള്ളതിന്റെ മംഫി മാ ഖറജത്തി. അപ്പൊ എങ്ങനെ ഉണ്ടാകുക? മാ ഖറജത്തി ത്വാലിബത്തു ഇല സഫി. വിദ്യാർത്ഥിനി ക്ലാസ്സിലേക്ക് പുറപ്പെട്ടിട്ടില്ല. അടുത്തത് അൽ വലദാനി അക്കലൽ മൗസ. രണ്ട് കുട്ടികള് പഴത്തെ തിന്നു, പഴത്തെ ഭക്ഷിച്ചു. അപ്പൊ ഇനി അക്കല എന്നുള്ളതിന്റെ മംഫി എങ്ങനെ ഉണ്ടാകുക? മാ അക്കല. അപ്പൊ എങ്ങനെ പറയണം? അൽ വലദാനി മാ അക്കലൽ മൗസ. രണ്ട് കുട്ടികള് പഴത്തെ ഭക്ഷിച്ചിട്ടില്ല. അടുത്തത് അൽ ബനാത്തു ജലസ്ന അലൽ മഖ്ദി. പെൺകുട്ടികൾ ബെഞ്ചിന്റെ മേൽ ഇരുന്നു. അപ്പൊ ജലസ്നയുടെ മംഫി മാ ജലസ്ന. അപ്പൊ എങ്ങനെ പറയണം? അൽ ബനാത്തു മാ ജലസ്ന അലൽ മഖ്ദി. പെൺകുട്ടികൾ ബെഞ്ചിന്റെ മേൽ ഇരുന്നിട്ടില്ല.
ഇനി അഞ്ചാമത്തത് നുക്കമ്മിലുൽ ഫറാഗ ബിൽ ഫീലിൽ മുനാസിബി മിമ്മാ ബൈനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നൽകിയവയിൽ നിന്ന് അനുയോജ്യമായ ഫീലുകളെ തെരഞ്ഞെടുത്ത് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാം. ഒന്നാമത്തത് അൽ മുജ്തഹിദൂന മാ ഡാഷ് ഫിൽ ഇംതിഹാനി, പരിശ്രമിച്ചവർ പരീക്ഷയിൽ പരാജയപ്പെട്ടില്ല. അപ്പൊ അവിടെ മാ എന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? യോജിച്ച ഫീൽ എടുത്ത് ചേർത്തി കൊടുക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാകുക? റസബു. അപ്പോ അൽ മുജ്തഹിദൂന മാ റസബു ഫിൽ ഇംതിഹാനി, പരിശ്രമിച്ചവർ പരീക്ഷയിൽ പരാജയപ്പെട്ടില്ല. അടുത്ത രണ്ടാമത്തത് മാ ഡാഷ് ഫാത്തിമത്തു ഷായ അംസി, ഇന്നലെ ഫാത്തിമ ചായ കുടിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ ഉണ്ടാകുക? ശരിബത്. ഫാത്തിമ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് ഫീലിൽ എന്ത് വേണം? അതിന്റെ അടയാളം വേണം. അപ്പോ മാ ശരിബത് ഫാത്തിമത്തു ഷായ അംസി, ഇന്നലെ ഫാത്തിമ ചായ കുടിച്ചില്ല. അടുത്ത മൂന്നാമത്തത് മാ ഡാഷ് അത്വാലിബു വഖ്ത ദർസി, പഠന സമയത്ത് വിദ്യാർത്ഥി കളിച്ചില്ല. അപ്പൊ എന്താ അവിടെ ചേർത്ത് കൊടുക്കേണ്ടതില്ല? മാ ലഇബ ത്വാലിബു വഖ്ത ദർസി, വിദ്യാർത്ഥി പഠന സമയത്ത് കളിച്ചിട്ടില്ല. അടുത്ത ആറാമത്തത് നുസരിഫു, നമുക്ക് സർഫാക്കാം. നസ്വറ, ഫഅല ഫഅല ഫഅലു എന്ന് മുകളിൽ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ എന്ത് ചെയ്യണം? നസ്റിനെ സർഫാക്കണം. അപ്പൊ നസ്വറ നസ്വറ, നസ്വറു നസ്റത്ത് നസ്റത്ത, നസ്ർന നസ്ർത, നസ്ർതുമാ നസ്ർതും, നസ്ർതി നസ്ർതുമാ നസ്ർതുന്ന, നസ്ർതു നസ്ർന. അതുപോലെ മാ ദഹബനി എന്ത് ചെയ്യണം? സർഫാക്കണം. അടുത്ത ഏഴാമത്തെ നഖറഉൽ ആയാത്തി താലിയത വനഖത്തു തഹ്തൽ അഫ്ആലിൽ മാലിയത്തിൽ മുസ്ബത്തി വനർസുമു ദാഇറതൻ ഹൗലൽ അഫ്ആലിൽ മൻഫിയത്തി. താഴെ പറയുന്ന ആയത്തുകൾ നമുക്ക് വായിക്കാം. എന്നിട്ടോ അതിലെ മാലി മുസ്ബത്തായ ഫീലുകൾക്കടിയിൽ വരയിടുകയും മൻഫിയായ ഫീലുകൾക്ക് ചുറ്റും വൃത്തം വരക്കുകയും ചെയ്യാം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഈ പറഞ്ഞതില് മുസ്ബത്തായ ഫീൽ ഏതാണ്? അത് ഖലഖ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ താഴെ എന്ത് ചെയ്യണം? വരക്കണം. ഇനി അടുത്ത് മാ ലല്ല സ്വാഹിബുക്കും വമാ ഗവാ, അതില് മംഫിയാണ് ഉള്ളത്. മാ ലല്ല അത് മംഫിയാണല്ലോ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? റൗണ്ട് ഇടണം, വൃത്തം വരക്കണം. അടുത്തത് വമാ ഖത്തലൂഹു യഖീന, അവിടെയും മംഫിയാണുള്ളത്. മാ ഖത്തലൂഹു, അപ്പൊ അതെന്ത് ചെയ്യണം? റൗണ്ട് ഇടണം. അടുത്തത് ബർ റഫഅഹുല്ലാഹു ഇലൈഹി, റഫഅ അതാണ് മുസ്ബത്തായ ഫീൽ. അതിന്റെ താഴെ എന്ത് ചെയ്യണം? വരക്കണം. അടുത്തത് അൽ മുഅ്ജമു, നിഘണ്ടു, പാഠഭാഗത്തുള്ള പ്രധാന പദങ്ങളും അതിന്റെ അർത്ഥങ്ങളും. അപ്പൊ അത് ശരിക്ക് നോക്കി മനസ്സിലാക്കുക. അപ്പോ ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മാലി മുസ്ബത്തും മാലി മംഫിയും. ഈ പാഠം ശരിക്ക് ആദ്യം മുതൽ അവസാനം വരെ ശരിക്ക് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് മാലി മുസ്ബത്തും മാലി മംഫിയും ശരിക്ക് മനസ്സിലാകും. ശരിക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.